മഴക്കെടുതി രൂക്ഷമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. സംസ്ഥാനങ്ങളിൽ 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിസ്മയ പ്രകാശാണ്. വിസ്മയ, സംസ്ഥാനത്ത് ഉത്തരേന്ത്യൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മേഘവിസ്ഫോടനം, അതോടൊപ്പം തന്നെ മഴക്കെടുതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈയൊരു സംസ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തിയൊരു സന്ദർശനം നടത്തുന്നത്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതീവ രൂക്ഷമാണ്. അതുപോലെ തന്നെ അവിടെ വെള്ളപ്പൊക്കവും അത്തരത്തിലൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തായാലും പ്രധാനമന്ത്രി ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളിലെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും നേരിട്ടെത്തി മനസ്സിലാക്കുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ ഏറെയാണ്. വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മേഘവിസ്ഫോടനവും കാരണം അതീവ ഗുരുതരമായി തന്നെ അവിടെ ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ ഈ ഒരു സംഭവം മഴ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കും. അതുപോലെ തന്നെ ആ സ്ഥലത്തുള്ള സ്ഥിതിഗതികൾ നേരിട്ടെത്തി തന്നെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ വിലയിരുത്തുകയും ചെയ്യും. എന്നിരുന്നാലും ഈ പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നീ പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹിമാചൽ, ഉത്തരാഖണ്ഡ് റോഡുകളിൽ ഈ റോഡുകളിൽ വീണ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 1-2 ദിവസങ്ങളിലായി മഴയ്ക്ക് ഈ പ്രദേശങ്ങളിൽ നേരിയ ശമനമാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശങ്ങളിലെ മണ്ണും അതുപോലെ തന്നെ ഈ ഒരു ഹിമാചൽ, ഉത്തരാഖണ്ഡ് ആ റോഡുകളിൽ വീണ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡൽഹി യമുന നദിയിൽ ജലനിരപ്പ് നേരിയ രീതിയിൽ തന്നെ ജലനിരപ്പിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അപകട നിലക്ക് മുകളിലാണ് ജലനിരപ്പ് ഉള്ളത്. ഒരു നേരിയ രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സംസ്ഥാനങ്ങളിൽ തന്നെ 2 ദിവസം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് 2 ദിവസം കൂടി ഒരു മഴ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. 2 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആ പ്രദേശത്ത് വലിയ രീതിയിലാണ് ഈ മഴ ബാധിച്ചിരിക്കുന്നത്. അത് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ പഞ്ചാബിലോട്ട് വരികയാണെങ്കിൽ സെപ്റ്റംബർ 7 വരെ സ്കൂളിൻ്റെ അവധി നീട്ടിയതായി അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളപ്പൊക്ക സാധ്യത, അതായത് ഈ ഒരു പഞ്ചാബിലായിക്കോട്ടെ അല്ലാത്ത പ്രദേശങ്ങളിലും ഈ ഒരു അപകട സാധ്യത അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്ക സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പഞ്ചാബ് സർക്കാർ അതിലെ 23 ജില്ലകളിലും വെള്ളപ്പൊക്ക ബാധിതമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 30 പേർ മരിച്ചതായും ഇതുവരെ 3.5 ലക്ഷത്തിലധികം വെള്ളപ്പൊക്കം ബാധിച്ചതായും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു മഴക്കെടുതി അവിടെ അതീവ രൂക്ഷമാണ്. ആ ഒരു രൂക്ഷത അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ജനങ്ങളെ കണ്ടും അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിന് പോകുന്നതിൻ്റെ ലക്ഷ്യം. ഒരു സെപ്റ്റംബറിൽ എന്തായാലും കൂടുതൽ മഴ, അതായത് ഓഗസ്റ്റിൽ ലഭിച്ചതിനെക്കാട്ടും ഒരു കൂടുതൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് സെപ്റ്റംബറിലെ ഒരു മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും 2 ദിവസം കൂടി ഈ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രേണുക. ശരി സ്മയ, എന്തായാലും മഴക്കെടുതി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതോടൊപ്പം തന്നെ പല വീടുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. യമുന നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. സംസ്ഥാനങ്ങളിൽ 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് വിസ്മയ പ്രകാശാണ്.